പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പുണ്യയാത്ര അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. 32ാമത്തെ ദിവസം, 8 നോയമ്പിന്റെ 5ാമത്തെ ദിവസം. യേശുക്രിസ്തു നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഗ്രഹിക്കാൻ നാം പരിശ്രമിക്കുകയാണ്. ആ സ്നേഹത്തോടുള്ള പ്രതികരണം നമ്മുടെ സമ്പൂർണമായ സ്നേഹമാകണം എന്ന് ഗ്രഹിക്കാൻ സ്വർഗത്തിന്റെ സഹായം തേടുന്ന അവസരമാണ്. അവിടുത്തെ സ്നേഹത്തെ, ആ സ്നേഹത്തോട് പ്രത്യുത്തരിക്കാൻ, സ്നേഹം കൊണ്ട് നിറയുവാൻ നാം ആഗ്രഹിക്കുകയാണ്. ഈ സ്നേഹാഭിഷേകം ഉൾക്കൊള്ളാൻ പരിശുദ്ധ അമ്മയുടെ സഹായം നാം പ്രത്യേകമായി തേടുന്നു. സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധയമ്മേ എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ.
പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 മുതലുള്ള വചനം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയിക്കുക. രണ്ടാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക. അവൻ മൂന്നാം പ്രാവശ്യം അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നു നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നലെ യേശുക്രിസ്തുവിന്റെ ദാഹം നാം ധ്യാന വിഷയമാക്കി. യേശുവിനെ നാം അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദാഹിക്കുന്ന ഈശോയുടെ തിരുമുഖം, അവിടുത്തെ തിരുഹൃദയം ധ്യാനിക്കാതെ കടന്നു പോവുക സാധ്യമല്ല. ഈ ദാഹത്തിന് നാം എന്ത് പ്രത്യുത്തരമാണ് നൽകേണ്ടത് എന്നുള്ളതാണ് ഈ ദിവസം നാം ധ്യാനിക്കേണ്ടത്. യേശുവിന്റെ ദാഹത്തിനുള്ള ദൈവ പൈതലിന്റെ പ്രത്യുത്തരം മാനസാന്തരമാണ്, സ്നേഹത്തിലധിഷ്ഠിതമായ മാനസാന്തരമാണ്. സ്നേഹം കൊണ്ട് നാം നിറയുക എന്നുള്ളതാണ്. യഥാർത്ഥമായ മാനസാന്തരം കാരുണ്യവാനായ ദൈവത്തിന്റെ വലിയ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിൽ നാം വിലയം പ്രാപിക്കുമ്പോഴാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് നാം മനസ്സിലാക്കും.
യേശുക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് നിറയാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന 3 കാര്യങ്ങൾ. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒന്നാമതായി, മറ്റുള്ളവരോടുള്ള ചില ബന്ധങ്ങൾ, ദൈവത്തെക്കാൾ ഉപരിയായി നാം പുലർത്തുന്ന ചില ബന്ധങ്ങൾ യേശുക്രിസ്തുവിന് മുഴുഹൃദയത്തോടെ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന് തടസ്സമായി. എന്ത്? വ്യക്തിപ്രപഞ്ചം. രണ്ടാമതായി, ഒരു വസ്തുപ്രപഞ്ചം, പലതിനോടുമുള്ള നമ്മുടെ ഒരു ആസക്തി, ഒരു താല്പര്യം, ലോക വസ്തുക്കളോടുള്ള, അത് സമ്പത്തിനോടാവാം, പലതരത്തിലുള്ള വസ്തുക്കളോടാവാം, നാം പുലർത്തുന്ന ഒരു മനോഭാവം ഈ ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരം തന്നെയാണ്. ആവശ്യമൊന്നും നോക്കാതെ നാം ആവശ്യത്തിലേറെ ഒരു കൗതുകത്തിന് വേണ്ടി വാങ്ങിച്ചു കൂട്ടും. വസ്തുക്കളോട് ഹൃദയം ഒട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥ, അത് ദൈവത്തോട് നമ്മളെ ഹൃദയം ചേർത്ത് വെക്കാൻ തടസ്സമാകും. മൂന്നാമതായി, ദൈവമഹത്വത്തിന് പര്യാപ്തമല്ലാത്ത ചില സ്വപ്നങ്ങൾ നമുക്കുണ്ട്, ചില പദ്ധതികൾ നമുക്കുണ്ട്. നമ്മുടെ ആന്തരികമായ ആ ഒരു പ്രപഞ്ചം, അത് ദൈവഹിതത്തിന് വിധേയമായി രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണ്. എന്നാൽ പലപ്പോഴും നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ നമ്മുടെ സ്വാർത്ഥതയുമായും ഒരുപക്ഷേ ദൈവമഹത്വത്തിന് പര്യാപ്തമല്ലാത്ത രീതിയിലും രൂപപ്പെടുത്തിയെടുത്തു എന്ന് വരാം. ഇവിടെ അപ്പോസ്തലന്മാരെ പ്രത്യേകമായി ഒരു അഭിഷേകം ചെയ്ത് അയക്കുന്ന ഒരു പശ്ചാത്തലമാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചത്. ഇവിടെ കഴിഞ്ഞകാല ജീവിതങ്ങളൊക്കെ യേശുക്രിസ്തുവിന് അവരുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകുന്നു എന്നുള്ളതിന് ഉറപ്പല്ല. ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് വിവരിക്കുന്ന ആ സന്ദർഭത്തിലായാലും യേശു ഉദ്ധാനം ചെയ്തതിനു ശേഷം പല പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും യേശുക്രിസ്തുവിന്റെ മുഖം, ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ മുഖം അവരിൽ നിന്ന് മാഞ്ഞുപോയി എന്ന് പറയാം. എപ്പോഴും തങ്ങളോടൊപ്പം ഉദ്ധിതനായ യേശു ഉണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് പ്രമുഖരായ ശിഷ്യന്മാർ 7 പേര് ചേർന്ന് മീൻ പിടിക്കാൻ പോയി. ഈ പത്രോസ് തന്നെയാണ് മുൻകൈയെടുത്തതെന്ന് ഓർക്കും. പത്രോസിനെ കടലിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത് എന്താണ്? നീ ഇനിയും മത്സ്യബന്ധനം നടത്തേണ്ടവനല്ല, മീൻ പിടിക്കേണ്ടവനല്ല, നീ മനുഷ്യരെ പിടിക്കേണ്ടവനാണ്. നിന്റെ ദാഹം ഈ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി ആവരുത്, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് നിനക്കുണ്ടാകേണ്ടത് എന്ന് അവനോട് കർശനമായി പ്രബോധിപ്പിച്ചുകൊണ്ടാണ് ശിഷ്യത്വത്തിലേക്ക് അവനെ ക്ഷണിച്ചത്. അപ്പോൾ ഈ അവസാന ഉദാഹരണവും അവരുടെ ആ മുൻഗണനാക്രമം തെറ്റുന്നതായി തെളിയിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കടൽക്കരയിൽ യേശു പരിക്ഷീണിതരായി രാത്രി മുഴുവനും ഫലശൂന്യമായി അധ്വാനിച്ച് പരിക്ഷീണിതരായ ശിഷ്യന്മാർക്ക് വേണ്ടി കടൽക്കരയിലെത്തി അപ്പവും മീനുമായി എത്തി അവർക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന സന്ദർഭം. അവർ തീ കൂട്ടിയിരിക്കുന്നു, അതിൽ മത്സ്യം വെച്ചിരിക്കുന്നത് അവർ കണ്ടു. ചൂടോടെ കൊടുക്കുന്ന ഭക്ഷണം, അതാണ് പ്രഭാത ഭക്ഷണം. അത് നമ്മുടെ വിശുദ്ധ കുർബാനയാകുന്ന ഭക്ഷണമാണ്. നമ്മുടെ ജീവിതത്തെ ആകമാനം പോഷിപ്പിക്കുന്ന അടിസ്ഥാന ഭക്ഷണമാണ് ഈ പ്രഭാത ഭക്ഷണം. അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു പരിശോധിക്കുന്നത്. പത്രോസിനോടാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിലും എല്ലാ ശിഷ്യന്മാരോടും, ഞാൻ ഉൾപ്പെടെയുള്ള ഈ തലമുറകളിലുള്ള ക്രിസ്തു വിശ്വാസികളോടുമാണ് അവിടെ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം
യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യേശുവിനെ അറിയേണ്ടത് മറ്റൊന്നുമല്ല, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്തിനേക്കാൾ ഉപരിയായി? ഇവരെക്കാൾ അധികമായി എന്ന് പറയുമ്പോൾ നീ ഇവരെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി എന്ന ഒരർത്ഥം. രണ്ട്, ഇവര് എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി. ഈ രണ്ടർത്ഥത്തിലും പ്രിയപ്പെട്ടവരെ, നാം ആഗ്രഹിക്കേണ്ടത് ലോകത്തിൽ മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ അധികം എനിക്ക് യേശുവിനെ സ്നേഹിക്കണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും. മറ്റുള്ളവരെ പോലെ മതി എന്നല്ല നാം വെക്കേണ്ടത്, അവരെക്കാൾ ഉപരിയായി സ്നേഹിക്കും. അപ്പോൾ എന്താണ് ഇവിടെ? വ്യക്തി പ്രപഞ്ചം മുഴുവനും നീ എന്റെ സ്നേഹത്തിന് മുമ്പിൽ കീഴ്പ്പെടുത്തുന്നുവോ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും വ്യക്തിയെ യേശുവിനോടുള്ള സ്നേഹത്തിന് ഉപരിയായി പ്രതിഷ്ഠിച്ചാൽ അതിലൂടെ സാത്താൻ കയറി വരും. നമ്മളുടെ എല്ലാ മേഖലകളെയും ഒരു വാതിൽ തുറന്നു കിട്ടിയാൽ അവൻ എല്ലാ വാതിലുകളും തുറക്കും. എല്ലാ വാതിലുകളും അവൻ തുറക്കും. നമ്മുടെ ജീവിതം ആകമാനം തകരാനിടയായിത്തീരും. ഒന്നാമതായി പരിശോധിക്കുന്നത് അതാണ്. ഈ വ്യക്തി പ്രപഞ്ചത്തിൽ നീ എനിക്ക് ഒന്നാം സ്ഥാനം നൽകുന്നുണ്ടോ? യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം നൽകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോടെല്ലാം ഉള്ള സ്നേഹം അർഹമായ സ്നേഹമാകും. ജീവിത പങ്കാളിയോട്, മക്കളോട്, സഹോദരങ്ങളോട്, സഹപ്രവർത്തകരോട്, ഈ ലോകത്തിലുള്ള എല്ലാ ദൈവമക്കളോടുമുള്ള സ്നേഹം, അതിൻ്റെ ആ ഒരു പക്വതയിലും അതിന്റെ പൂർണ്ണതയിലും നമുക്ക് അനുഭവിക്കാനും പങ്കുവെക്കാനും സാധിക്കും. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം ശരിയാക്കാൻ സാധിക്കുമെങ്കിൽ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയിക്കുക. അതാണ് അജപാലനത്തിനുള്ള അർഹത നൽകുന്നത്. അതാണ് ആടുകളോടുള്ള സ്നേഹമല്ല, മറിച്ച് ആടുകളുടെ ഉടമസ്ഥനോടുള്ള സ്നേഹം. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് മക്കളോടുള്ള സ്നേഹം കൊണ്ടല്ല, ദൈവം തന്ന ദാനങ്ങളാണ്. ദൈവത്തോടുള്ള സ്നേഹമാണ് മക്കളോടുള്ള സ്നേഹമായി രൂപാന്തരപ്പെടുന്നത്. അവർ ദൈവിക സ്നേഹത്തിന്റെ രൂപാന്തരീകരണമാണ്, ദാമ്പത്യ സ്നേഹമായി മാറും. എല്ലാ സ്നേഹബന്ധങ്ങളുടെയും പശ്ചാത്തലം അതാണ്. യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാവണം എന്നുള്ളതാണ്. രണ്ടാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെക്കാൾ അധികമായി. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്തുപ്രപഞ്ചം, ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കും. ഏതെങ്കിലും വസ്തുവിനോട് നാം ഒട്ടിച്ചേർന്നിരിക്കുന്നെങ്കിൽ അത് നമുക്ക് ബന്ധനമായി മാറും. അത് സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തടസ്സമായി നിൽക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴും അവൻ ധൈര്യമായി തന്നെ പറഞ്ഞു. അവൻ പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവൻ. അവൻ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക. മൂന്നാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ഈ മൂന്നാമത്തെ നോട്ടം എവിടെ ആയിരുന്നിരിക്കും? ഒന്നാമതായി വ്യക്തിപ്രപഞ്ചത്തിലേക്ക്, രണ്ട് വസ്തുപ്രപഞ്ചത്തിലേക്ക്. മൂന്നാമത്തേത് അവന്റെ കണ്ണുകളിലൂടെ, അവന്റെ ഹൃദയത്തിലേക്ക്, അവന്റെ മനസ്സിലേക്ക്, അവന്റെ സ്വപ്നങ്ങളിലേക്ക്, അവന്റെ പദ്ധതികളിലേക്ക് യേശു തന്റെ കണ്ണുകളെ അയച്ചു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ പത്രോസ് അസ്വസ്ഥനായി. എത്രയോ പ്രാവശ്യം പത്രോസ് വിശ്വാസം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, സ്നേഹം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും വീണു പോകാനിടയായി തീർന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സ്വപ്നങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും പദ്ധതികൾ, ആ പദ്ധതികൾക്കുപരിയായി യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശു സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിലാവും ഈ പദ്ധതികളെല്ലാം രൂപപ്പെട്ടു വരുന്നത്. നമ്മളുടെ ഈ ആന്തരിക മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുന്ന അങ്ങനെയാണ്. നമ്മുടെ ആന്തരിക പ്രപഞ്ചവും നീ എനിക്ക് സമർപ്പിക്കുന്നുവോ എന്നുള്ളതാണ് ചോദ്യം. അതിനേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദാഹം ഉൾക്കൊള്ളണം. ഈ ദാഹമില്ലെങ്കിൽ നമ്മെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമുക്കാർക്കും പ്രേക്ഷിതരായി തീരുക സാധ്യമല്ല. ആ ഒരു മന്ദഹൃദയരായി നാം കഴിയാനിടയായി തീരുമെന്നുള്ളത് ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ അസ്വസ്ഥനായി തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു, കർത്താവേ,
ഇതിനു മുമ്പ് പറഞ്ഞ ദൃഢതയില്ല. അവന്റെ ബലഹീനത അവൻ ഏറ്റു പറയുന്നു. പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. പ്രിയപ്പെട്ടവരെ, നാം പഠിക്കേണ്ട ഒരു നാമത്തെ പാഠം ഇതാണ്. എനിക്ക് സ്നേഹിക്കണമെങ്കിൽ പോലും ദൈവത്തിന്റെ താങ്ങും കരുതലും, എന്നെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നും ഉയരണം എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കും. നമ്മളുടെ ഈ വിശ്വാസത്തിന് അടിസ്ഥാനം ഈ സ്നേഹമാണ് എന്നുള്ളതാണ്. വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം എല്ലാം നൽകി സ്നേഹിക്കുക, എല്ലാം നൽകി സ്നേഹിക്കുക എന്നുള്ളതാണ്. മതബോധന ഗ്രന്ഥം 143 വിശ്വാസം വഴി മനുഷ്യൻ തന്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തന്നെ തന്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു. മുഴുവൻ നൽകുന്ന സ്നേഹം തന്നെയാണ് യേശുവിനായി ദാഹിക്കൽ തന്നെയാണത്. മുഴുവൻ നൽകുന്ന ഒരു സ്നേഹമാണ്, യേശുവിന് വേണ്ടിയുള്ള തീവ്രമായ ദാഹവുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹാനുഭവത്തിലേക്ക്, ഈ വിശ്വാസത്തിന്റെ തികവിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി 3 കാര്യങ്ങൾ ഉപേക്ഷിക്കണം. ഒന്ന്, പാപ സന്തോഷങ്ങൾ. നാം ഇന്ന് ഈ സമർപ്പണത്തിന് വേണ്ടി ഒരുങ്ങുന്ന അവസാന ദിവസങ്ങളിലാണ്. 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ സമർപ്പണമാണ്. അമ്മയുടെ ഉമ്മല ഹൃദയത്തിൽ സമർപ്പിക്കുകയാണ്. പാപ സന്തോഷങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ നാം യേശുവിനെ കുരിശിൽ തറയ്ക്കുകയാണ് എന്ന് എബ്രായക്കാർക്ക് ലേഖനം 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ പൗലോസ് പറയുന്നു. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോവുകയാണെങ്കിൽ അവനെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവോത്രനെ സ്വമനസ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്യുന്നു. ഒരു ബോധപൂർവമാണ്, ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നവരാണ്. രണ്ടാമതായി, പാപഹേതുക്കൾ, പാപത്തിന് കാരണമായി നിൽക്കുന്നതെല്ലാം പാപഹേതുക്കൾ ഉപേക്ഷിക്കാതിരിക്കുന്നത് പാപം വീണ്ടും ചെയ്യുമെന്നതിന്റെ തെളിവാണ്, ഉറപ്പാണ്. പാപഹേതുക്കൾ ഒന്നാമതായി തെറ്റായ പ്രണയബന്ധങ്ങൾ, ഗ്യാങ്ങുകൾ, കൂട്ടുകെട്ടുകൾ, സാഹചര്യങ്ങൾ, പാപ സാഹചര്യത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, വസ്തുക്കൾ, വസ്ത്രങ്ങൾ, തൊഴിലുകൾ, ബിസിനസ്, സാമൂഹ്യ മാധ്യമങ്ങളുടെ തെറ്റായ ഉപയോഗമെല്ലാം ഈ ഗണത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമതായി, ലൗകികമായ ഒരു ജീവിത രീതി. റോമാക്കാർക്ക് ലേഖനം 12:2, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. ഈ ഒരു ഉപദേശം നാം ഗൗരവമായി എടുക്കണം. പ്രിയപ്പെട്ടവരെ, ആഡംബരം, സുഖലോലുപത, ധൂർത്ത്, പ്രദർശന മനോഭാവം, അങ്ങനെയുള്ള ആ ഒരു ലൗകിക ജീവിത ശൈലി നാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി പൂജിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ജീവിത ശൈലി സ്വീകാര്യമല്ല എന്ന്. എളിമയുടെയും ലാളിത്യത്തിന്റെയും ഒരു മനോഭാവം, എളിമയുടെയും ലാളിത്യത്തിന്റെയും ഒരു മനോഭാവം നാം സ്വീകരിക്കണം. നാം എളിമയോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ലൂക്കോസ് 17:5 ശിഷ്യന്മാര് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്വയമായി നമ്മുടെ ശക്തി കൊണ്ട് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുക സാധ്യമല്ല. അപ്പോൾ പരിശുദ്ധ അമ്മ ഈ വിശ്വാസത്തിന് ഏറ്റവും വലിയ മാതൃകയാണ്. നമുക്കറിയാം. അതിന്റെ വിശദീകരണത്തിലേക്ക് ഈ അവസരത്തിൽ കടക്കേണ്ട ആവശ്യമില്ല. വിശ്വാസത്തിന്റെ ഏറ്റവും ഉന്നതമായ മാതൃക യേശുവും മറിയവും തമ്മിൽ വേർതിരിക്കാനാവാത്ത ഒരു ബന്ധം. യേശുവിന് മറിയം വഴിയുള്ള സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്നതോടെ പരിശുദ്ധ മാതാവ് നമ്മെ കരം പിടിച്ച് വിശ്വാസത്തിൽ നയിക്കും, വിശുദ്ധിയിൽ നയിക്കും, സ്നേഹത്തിൽ നയിക്കും. യേശുവിനോടുള്ള സ്നേഹത്തിന്റെ ഓരോ ചുവടും ചവിട്ടിക്കയറാൻ അമ്മ നമ്മെ സഹായിക്കും. അമ്മയുടെ ഉമ്മയുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് മറിയത്തിന്റെ തീവ്രതയുള്ള സ്നേഹത്താൽ തന്നെ യേശുവിനെ
സ്നേഹിക്കാൻ നമുക്ക് കഴിയും. യേശുവിനെ എങ്ങനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കണം? മറിയം യേശോയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് അമ്മയുടെ നമ്മളെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഈശോയുടെ ഹൃദയത്തെ സ്നേഹിക്കുക. നമ്മളൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ പാപ സാഹചര്യങ്ങളും പലതരത്തിലുള്ള ബന്ധനങ്ങളിലും കഴിയുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ സ്നേഹത്തിന്റെ പൂർണ്ണത അനുഭവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ പ്രവേശിക്കാനും സ്നേഹത്തിലൂടെ നമ്മെ തന്നെ സമർപ്പിക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. യേശുവിന്റെ ദാഹം ഗ്രഹിക്കാൻ, ആ ദാഹം ഏറ്റുവാങ്ങി സ്നേഹം കൊണ്ട് പ്രത്യുത്തരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ സ്നേഹം ഒരു തീഷ്ണതയായി മാറി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദാഹമായി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനുള്ള ഒരു സമർപ്പണമായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യഥാർത്ഥ മരിയഭക്തി ഖണ്ഡിക 131-133. മരിയഭക്തിയെ വിസ്മരിക്കുന്നതാണ് അസന്മാർഗീയതകളുടെ മുഖ്യ കാരണം. ഈ ഭക്തിയഭ്യാസം നവീനമെന്നോ അവഗണനാർഹമെന്നോ പറഞ്ഞ് നിരസിക്കാവുന്നതല്ല. ഈശോയ്ക്ക് ആത്മാർപ്പണം ചെയ്യുന്നതും ജ്ഞാനസ്നാന വാഗ്ദാനങ്ങളെ നവീകരിക്കുന്നതുമൊക്കെ പുരാതന കാലം മുതൽക്കേ പ്രചാരത്തിലിരുന്നുവെന്നാണ് സൂനകദോസുകളും പിതാക്കന്മാരും പ്രാചീനരും ആധുനികരുമായ ഗ്രന്ഥകാരന്മാരും പ്രസ്താവിക്കുന്നത്. ഈ ഭക്തികൃത്യങ്ങൾ അനുഷ്ഠിക്കുവാൻ അവർ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇതൊരു നവീനമായ ഭക്താഭ്യാസമല്ല. എല്ലാ അസന്മാർഗതയുടെയും നിത്യനാശത്തിൻ്റെയും മൂലകാരണം ഈ ഭക്തിയെ വിസ്മരിക്കുന്നതും അതിനോട് നിസ്സംഗത പുലർത്തുന്നതുമാണ്. ആകയാൽ ഈ ഭക്താഭ്യാസം അവഗണിച്ച് തള്ളേണ്ടതല്ല. എല്ലാ സൽകൃത്യങ്ങളുടെയും ഫലം ഇഷ്ടാനുസരണം വിതരണം ചെയ്യുവാൻ മറിയത്തെ ഏൽപ്പിച്ചാൽ ഒരുപക്ഷെ കൂടുതൽ കാലം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരികയില്ലേ എന്നാണ് ചിലരുടെ സംശയം. സ്വാർത്ഥ സ്നേഹവും ദൈവത്തിൻ്റെയും ദൈവമാതാവിൻ്റെയും ഔദാര്യത്തെപ്പറ്റിയുമുള്ള അജ്ഞതയുമാണ് ഈ സംശയത്തിന് നിദാനം. തീഷ്ണമതിയും ഔദാര്യശീലനുമായ ഒരു ക്രിസ്ത്യാനി തീർച്ചയായും സ്വഹിതത്തെക്കാൾ ഉപരിയായി ദൈവഹിതത്തെ പരിഗണിക്കും. മറിയം വഴി ക്രിസ്തുനാഥനെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ രാജ്യം വിസ്തൃതമാക്കുവാനും മാത്രം ആഗ്രഹിക്കുന്ന തീഷ്ണതയും ഔദാര്യവുമുള്ള ഒരുവൻ സ്വന്തമായി ഒന്നും സൂക്ഷിക്കാതെ എല്ലാം ദൈവത്തിന് സമർപ്പിക്കും. മറ്റുള്ളവരെക്കാൾ ഉദാരമതിയും നിസ്വാർത്ഥനുമായതുകൊണ്ട് അയാൾ പരലോകത്ത് ശിക്ഷിക്കപ്പെടുമെന്നോ അതൊരിക്കലുമില്ല. നേരെ മറിച്ച് ഈ ആത്മാവിലായിരിക്കും ഈശോയും അവിടുത്തെ വിമലാംബികയും ഇഹത്തിലും പരത്തിലും പ്രകൃതിയുടെയും കൃപയുടെയും മഹത്വത്തിൻ്റെയും അനുഗ്രഹങ്ങൾ അധികമായി വർഷിക്കുക. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള യേശുവേ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കാരുണ്യപൂർവം അങ്ങ് എന്നെ അനുവദിക്കണമേ. പരിശുദ്ധമായ അടിമത്തം എന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എന്നിലേക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ്. നാഥ, അങ്ങയുടെ തിരുമുൻപിൽ അമ്മയത്രേ എനിക്ക് ഉറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നുവെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു.
തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവകമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ? മറിയം ഇല്ലായിരുന്നുവെങ്കിൽ ഓരോരുത്തരും നിത്യനാശത്തിൽ ആകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യനും അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! ഓ എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റെതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായോട് കൂടെ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ അർപ്പണം ഇപ്പോഴും ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ അർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാത്തതായി എന്തെങ്കിലും കാണുന്നുവെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിന് ഉള്ളതല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമല്ല തന്നെ. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്കു നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവന്റെ വൃക്ഷം അങ്ങ് നടയണമേ. അതിനെ പരിപാലിച്ച് വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവന്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരയണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശാന്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടുത്തേക്ക് സാധിക്കട്ടെ. ആമീൻ. ക്രിസ്തു സ്നേഹം കൊണ്ട് നിറയുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും മോചിതരായി തീരട്ടെ. സമ്പൂർണമായ വിശ്വാസ സമർപ്പണത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മൂഢതകളിൽ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മോചനം ലഭിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഖമാരുടെ കാവലും എൻ്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.